ഓക്കെ, ഇനി അടുത്ത ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ചെയ്തതാണ്. കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് റീസെൻ്റ്ലി 15-ാം തീയതി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസിൽ ഒരെണ്ണമാണ് കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 2. എന്നാൽ കേരള വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ ഗ്രേഡ് 2 മാത്രമല്ല നമുക്ക് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ്. പുറമെ നമുക്ക് അതായത് ഡിസംബർ ലാസ്റ്റോട് കൂടി വരുന്ന ബൾക്ക് നോട്ടിഫിക്കേഷൻസ് കേരള വാട്ടർ അതോറിറ്റിയിൽ ഒട്ടനവധി അവസരങ്ങളാണ് സിവിൽ എഞ്ചിനീയറിംഗും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുള്ളത്. സോ നമുക്ക് എന്തൊക്കെയാണ് അവസരങ്ങൾ, കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ഒരു അഡ്വൈസ് ഡീറ്റെയിൽസ് എവിടം വരെയാണ്, അത് ഇനിയും മികച്ച അവസരം തന്നെയാണോ, ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കുമല്ലേ. അപ്പോൾ സോ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കേരള വാട്ടർ അതോറിറ്റിയിൽ വരാനിരിക്കുന്ന അവസരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അത് നമുക്ക് ഫസ്റ്റ് ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വെച്ച് തുടങ്ങാം. ആദ്യം ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഓഫീസർ ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ്. ഓൾറെഡി നമുക്ക് ഡിസംബർ 15-ന് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസിൻ്റെ കൂട്ടത്തിൽ അത് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 27/7/2022 അപ്പോൾ സോ 2022 വന്ന ലിസ്റ്റാണ് നമുക്കത്. ഈ 2022 നമുക്ക് ആ ലിസ്റ്റ് നിലവിൽ വന്നത് 2022. അപ്പോൾ നിങ്ങൾക്കറിയാം 2025 ആകുമ്പോഴത്തേക്കായിരിക്കും ഇത് എക്സ്പയർ ആവുക. 2025 വരെയാണ് നമുക്ക് ഇതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുക. സോ നമുക്ക് ഓൾറെഡി നമ്മുടെ ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞതാണ്. നമുക്ക് ഇതുവരെ പോയിരിക്കുന്ന അഡ്വൈസിൻ്റെ എണ്ണം നിങ്ങളൊന്ന് കണ്ടോളൂ. 503 ആണ്. ഓക്കെ, അതായത് 503 അഡ്വൈസുകൾ ഓൾറെഡി പോയിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് അഡ്വൈസ് പോയിരുന്ന ഡേറ്റ് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, 26/7/2025. അതായത് ലിസ്റ്റ് തീരുന്നത് 27/7/2025 ആണെങ്കിൽ തൊട്ട് തലേ ദിവസമാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. സോ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം വെച്ചാൽ ലിസ്റ്റ് നിലനിൽക്കുന്ന ആ 3 വർഷ കാലഘട്ടത്തിലും അവസാന നിമിഷം വരെ നമുക്ക് അഡ്വൈസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നൊരു പോസിറ്റീവ് സൈനും കൂടി ഈ ലിസ്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട് അല്ലേ. അപ്പോൾ 503 അഡ്വൈസ് പോയിട്ടുള്ള പ്രീവിയസ് ലിസ്റ്റാണ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റി. സോ ഇനിയും അത് ഒരു അവസരം തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഓപ്പൺ കാറ്റഗറിയിൽ ഏത് റാങ്ക് വരെ പോയിട്ടുണ്ടെന്നൊക്കെ നോക്കാം. ഓപ്പൺ കാറ്റഗറി 540-ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് 543 ഇങ്ങനെയാണ് നമ്മുടെ ഒരു റാങ്ക് ലിസ്റ്റിൽ പോയിരിക്കുന്ന അഡ്വൈസ്. അപ്പം നിങ്ങൾക്ക് 500 പേർക്കൊക്കെ അഡ്വൈസ് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിസ്റ്റിനെ സംബന്ധിച്ച് നല്ല ഒരു നമ്പറാണ്, എസ്പെഷ്യലി നമുക്ക് ടെക്നിക്കൽ പോസ്റ്റ്. ആൻഡ് ഇത് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ആണ്. അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് IT ആയിരിക്കും. അപ്പോൾ IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർക്കും BTech MTech ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റി ആണ്. അപ്പോൾ നമുക്ക് ഫൈനൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ക്വാളിഫിക്കേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ എന്നാലും നമുക്കിത് നല്ലൊരു അവസരം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഡിസംബർ 15-ന് വരുന്ന നോട്ടിഫിക്കേഷനിൽ ഡിപ്ലോമ ലെവൽ ഉദ്യോഗാർത്ഥികൾക്കും ITI ഉദ്യോഗാർത്ഥികൾക്കും BTech ഉദ്യോഗാർത്ഥികൾക്കും ലഭിക്കാനുള്ള ഒരു മികച്ച അവസരം തന്നെയാണ്. വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന വർക്ക് ചെയ്യാൻ അത്യാവശ്യം നമുക്ക് പബ്ലിക്കുമായി ഇൻട്രാക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടേക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു പോസ്റ്റ് എന്നും കൂടി ഓർക്കാം. ഇനി ബാക്കി 2 നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഡിസംബറിൽ വരുന്ന ബൾക്ക് നോട്ടിഫിക്കേഷൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അതിലൊരെണ്ണമാണ് കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 1 എന്ന് പറയുന്നത്. അതിൻ്റെ നമുക്ക് കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ഒരു നില നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് 101 പേർക്ക് ടോട്ടലി നമുക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ആൻഡ് ഈ ലിസ്റ്റ് എൻഡ് ചെയ്യുന്ന കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. 2026 ആകുമ്പോഴത്തേക്കാണ് ലിസ്റ്റ് തീരുന്നത്. എന്നിരുന്നാലും 25-ൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ 2026-ൽ എപ്പോഴായാലും നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വരും. സോ 100 പേർക്ക് ഫസ്റ്റ് ഗ്രേഡ് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗ്രേഡ് 500 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 1-ന് 100 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന പോസ്റ്റ്, അതായത് നമുക്ക് ടെസ്റ്റ് എഴുതി കയറാൻ പറ്റിയ ഏറ്റവും ഉയർന്ന പോസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതിന് താഴെ ഓവർസിയർ ഗ്രേഡ് 1, പിന്നെ ഓവർസിയർ ഗ്രേഡ് 2, ഗ്രേഡ് 3. അപ്പം ഇതിൽ ഗ്രേഡ് 1 എന്ന് പറയുന്നത് ഡിപ്ലോമ ലെവലിൽ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള പരീക്ഷയായിരിക്കും. അതിൽ നമുക്ക് 100 പേർക്ക് അഡ്വൈസ് വെക്കും. അപ്പോൾ വാട്ടർ അതോറിറ്റി അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ ജോലി കിട്ടാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും ഇത്. സോ നമുക്ക് വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് വാട്ടർ അതോറിറ്റി ഗ്രേഡ് 1. സോ ഡിപ്ലോമ ലെവലിലെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും ഡിപ്ലോമ ലെവലിൽ ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ചെയ്തതാണ്. കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. 2023-ന് വന്ന ലിസ്റ്റാണ്. 2026-ൽ തന്നെ ഇത് എക്സ്പയർ ആവത്തുള്ളൂ. പക്ഷേ നമ്മൾ ഡിസംബറിലോ അല്ലെങ്കിൽ അടുത്ത വർഷവും നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ ലിസ്റ്റിൽ എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഒരു നമ്പറാണ്. 166 ആണ്. 166 പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറി 123 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് പോയിരിക്കുന്നത് 2025 തന്നെ, ഈ വർഷം തന്നെ അഡ്വൈസും പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കേരള വാട്ടർ അതോറിറ്റിയിൽ
ഓബിയസ്ലി ഗ്രേഡ് 2-ന് 500-ൽ പരം അഡ്വൈസും അതുപോലെ തന്നെ ഗ്രേഡ് 1-ന് 100-ഉം ആൻഡ് എയ്ക്ക് 123 അഡ്വൈസും പോയിട്ടുണ്ട്. സോ ഇനിയും നമുക്ക് ഈ ഒരു അവസരങ്ങൾ വരുന്ന, അതായത് 2022-23 കാലഘട്ടത്തിൽ വാട്ടർ അതോറിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട അവസരങ്ങളാണ് ഇപ്പം നമുക്ക് അഡ്വൈസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് 2025 ലാസ്റ്റ് അല്ലേ 2026. സോ ഇതുപോലെ തന്നെ ഇനിയും നമ്പർ ഓഫ് വേക്കൻസീസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യും. നമുക്ക് അവസരങ്ങൾ കിട്ടാനുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ. ഒത്തിരി അവസരങ്ങൾ നമുക്കുണ്ട്. ആൻഡ് മാത്രമല്ല വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ PSCയുടെ ഘടന മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്ന് 3 മാസത്തിനുള്ളിൽ എക്സാം എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. സോ അധിക സമയം നമുക്ക് നോട്ടിഫിക്കേഷനും എക്സാമിൻ്റെ ഇടയ്ക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി എക്സാമിന് വേണ്ടി ഏറ്റവും മുന്നേ പഠിച്ചു തുടങ്ങുന്നവരായിരിക്കും റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ആദ്യം എത്തുക. ആൻഡ് എല്ലാ റാങ്ക് ലിസ്റ്റിലും 2 ഡിജിറ്റുള്ള ഒരു റാങ്ക് നേടിയെടുത്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ആദ്യത്തെ അഡ്വൈസുകളിൽ തന്നെ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് നമ്മുടെ വാട്ടർ അതോറിറ്റിയിൽ വരാനിരിക്കുന്ന അവസരങ്ങൾ. വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കുമുള്ള അവസരമാണിത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്റ്റുഡൻസും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റി പോലൊരു ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്കും അവസരങ്ങളുണ്ട്. അതും ചെറിയ നമ്പർ ഓഫ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ മെക്കാനിക്കലിൻ്റെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വിളിക്കുവാണെങ്കിലും ഒന്നും ഇത്രയും അഡ്വൈസ് പോകണമെന്നില്ല. പക്ഷേ കേരള വാട്ടർ അതോറിറ്റിയിൽ ഇത്ര അഡ്വൈസസ് പോകുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം വേക്കൻസീസ് ഉണ്ടെന്നുള്ള കാര്യമാണ്. സോ ഇത് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങുക. 2026 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനുള്ളൊരു മികച്ച അവസരമാണ്. 2022-23 കാലഘട്ടത്തിലെ സൈക്കിൾ വീണ്ടും റിപ്പീറ്റായി വന്നിരിക്കുകയാണ്. സോ ഈ അവസരം മനസ്സിലാക്കി ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. സോ ഈ വാട്ടർ അതോറിറ്റി AE എക്സാം ആണെങ്കിലും ഫസ്റ്റ് ഗ്രേഡ് ആണെങ്കിലും സെക്കൻഡ് ഗ്രേഡ് എക്സാംസ് ആണെങ്കിലും എല്ലാത്തിനുള്ള കോഴ്സ് നമുക്ക് എൻട്രിയിൽ അവൈലബിൾ ആണ്. വേറെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സബ്ജക്ട്സ് പഠിക്കേണ്ടതുകൊണ്ട് തന്നെ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഈ ഒരു ഷോർട്ട് സ്പാനിൽ പോസിബിൾ അല്ല. സോ ഇന്ന് തന്നെ നമ്മുടെ പ്രോപ്പർ ഗൈഡൻസ് ഉള്ള എക്സ്പേർട്ട് പാനലിൻ്റെ കീഴിൽ പഠിച്ചു തുടങ്ങാവുന്നതാണ്. സോ നമ്മുടെ കോഴ്സസിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മുടെ ടെക്നിക്കൽ ഫീൽഡിൽ എല്ലാ ബ്രാഞ്ചിൻ്റെയും ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറക്കണ്ട, കേരള വാട്ടർ അതോറിറ്റിയിലുള്ള അവസരങ്ങൾ ചിലപ്പോൾ അടുത്ത വർഷത്തെ നിങ്ങൾക്കായിരിക്കാം. പക്ഷേ നിങ്ങൾ പരിശ്രമിച്ചാൽ മാത്രം. സമയം കളയാതെ പഠിച്ചു തുടങ്ങാം. താങ്ക് യു.